ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് പോഡ്കാസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ആദ്യത്തെ പാർട്ടിൽ എന്താണ് ഗ്രോത്ത് എന്നുള്ളത് നമ്മൾ നോക്കി, എന്തൊക്കെ ഗ്രോത്ത് അല്ല എന്നുള്ളത് മനസ്സിലാക്കി, എങ്ങനെ വളരാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാൻ പോവാണ്, മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് കാണലായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം 2 ടൈപ്പ് മൈൻഡ് സെറ്റാണുള്ളത് അല്ലേ. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, 2 ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ആ ഒരു പേര് പോലെ തന്നെ ഫിക്സഡ് ആയിരിക്കും, നമുക്കതിൽ ഒരു വളർച്ചയും ഉണ്ടാവില്ല. സിമെൻറ്റൊക്കെ ഉറപ്പിച്ച് വെച്ച പോലെ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചങ്ങ് നിൽക്കും, അതിലൊരു മാറ്റവും കൊണ്ടുവരില്ല. അത് നല്ലതല്ല. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഒരിക്കലും നല്ലതല്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇതെനിക്ക് കഴിയില്ല, ആവില്ല, പറ്റില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് മൈൻഡ് സെറ്റ് കൊണ്ടാണ്. അതെങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് കാര്യം എനിക്കത് കഴിയില്ല എന്നാണ് പറയുക. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ പറയാം ഞാനത് പഠിക്കാനായിട്ട് ശ്രമിക്കും എന്നാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റിൽ കഴിവുകൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നതാണ് എന്നൊരു വിശ്വാസമായിരിക്കും, അല്ലാതെ അത് നമുക്ക് പിന്നെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് അവർ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് തിരുത്തുക. നമുക്ക് ഏത് സ്കില്ലും പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്കൊരു കാര്യത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്താണെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ടഫായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യഘട്ടത്തിൽ, പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഈസി ആവും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ തോൽവിയെ കാണുന്നത് ഫീഡ്ബാക്ക് ആയിട്ടാണ്. ഒരു വിഷയത്തിൽ തോറ്റു കഴിഞ്ഞാൽ ഓക്കെ, ഇന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് ഞാൻ തോറ്റിരിക്കുന്നത്, ഇന്ന കാര്യങ്ങൾ തിരുത്തി കഴിഞ്ഞാൽ എനിക്ക് സക്സസ് ആവാൻ കഴിയും. ഈ രീതിയിലാണ് ആ ഒരു തോൽവിയെ കാണുക. ഗ്രോത്ത് മൈൻഡ് അവരിടുന്ന എഫേർട്ടിൽ, എന്ത് കാര്യത്തിലും അവരിടുന്ന എഫേർട്ടിൽ ഒരുപാട് സന്തോഷിക്കും അല്ലെങ്കിൽ അഭിമാനിക്കും.